അപ്പോൾ നമുക്ക് ഇന്നത്തെ ക്ലാസ് പറയാനുള്ളത് വാട്ട് ഈസ് ഇൻ്റർനെറ്റ് അല്ലേ. കഴിഞ്ഞ പ്രാവശ്യം എന്താ പറഞ്ഞത്? കമ്പ്യൂട്ടർ നെറ്റ്വർക്ക്സ് പറഞ്ഞു അല്ലേ. ലാന് വാന് ടൈപ്സ് ഓഫ് വയർലെസ് നെറ്റ്വർക്ക്, നോൺ വയേർഡ് നെറ്റ്വർക്ക്. ഇതാ സിലബസിൽ ഇല്ലതുപോലെ പറഞ്ഞില്ലേ? എന്തെല്ലാം പറഞ്ഞ? വയേർഡ് നെറ്റ്വർക്ക്സ് പറഞ്ഞു, വയർലെസ് നെറ്റ്വർക്ക് പറഞ്ഞു, പിന്നെ ലാന് ലോക്കൽ ഏരിയ നെറ്റ്വർക്ക്. ലാൻ എന്ന് പറഞ്ഞാൽ ഒരു ഇതിൽ മാത്രം അപ്പം ഇനി അടുത്തത് പറയാനുള്ളത് ലാൻ വരെ പറഞ്ഞു അല്ലേ. ഇൻ്റർനെറ്റ്, ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ബ്രൗസേഴ്സ്, പിന്നെ നെറ്റ്വർക്ക് ആപ്ലിക്കേഷൻ, കമ്പ്യൂട്ടർ സെക്യൂരിറ്റി, ആൻറ്റി വൈറസ്, ഫെമിലറൈസേഷൻ ഓഫ് മൊബൈൽ ആപ്ലിക്കേഷൻ. ഇനി ഇത്രയും ടോപ്പിക്സ് ആണ് ഇതിൽ വരുന്നത്. മൊഡ്യൂൾ 2 വരുന്ന ടോപ്പിക്സ് ഏതെല്ലാം ഇനി പറയാനുള്ളത്? ഇൻ്റർനെറ്റ്, വാട്ട് ഈസ് ഇൻ്റർനെറ്റ് എന്ന് പറയണം, വാട്ട് ഈസ് ബ്രൗസേഴ്സ്, പിന്നെന്താണ് വാട്ട് ഈസ് നെറ്റ് ആപ്ലിക്കേഷൻ, നെറ്റ്വർക്കിൻ്റെ ആപ്ലിക്കേഷൻ, ഇൻ്റർനെറ്റിൻ്റെ ആപ്ലിക്കേഷൻ വേണം, വാട്ട് ഈസ് കമ്പ്യൂട്ടർ സെക്യൂരിറ്റി, വാട്ട് ഈസ് ആൻറ്റി വൈറസ് ആൻഡ് ഫെമിലറൈസേഷൻ ഓഫ് മൊബൈൽ ആപ്ലിക്കേഷൻ. ഇത്രയും കാര്യങ്ങളാണ് ഈ ക്ലാസ്സിൽ നമ്മൾ പറയാൻ പോകുന്നത്. ഫസ്റ്റ്, വാട്ട് ഈസ് എ ഇൻ്റർനെറ്റ്? എന്താണ് ഇൻ്റർനെറ്റ്? ഇൻ്റർനെറ്റ് എന്ന് പറഞ്ഞാൽ എന്താണെന്ന് എല്ലാവർക്കും അറിയാം അല്ലേ. ഇൻ്റർനെറ്റ് ഈസ് എ വാസ്റ്റ് നെറ്റ്വർക്ക്. ഇപ്പം നോട്ട് ബുക്ക് പറയാം, ദാറ്റ് കണക്ട് കമ്പ്യൂട്ടർ ഓൾ ഓവർ ദി വേൾഡ്. ഇറ്റ് ഈസ് എ നെറ്റ്വർക്ക് ഓഫ് കമ്പ്യൂട്ടർ എന്ന് പറയാം അല്ലേ. ഇൻ്റർനെറ്റ് എന്ന് പറഞ്ഞാൽ നെറ്റ്വർക്ക് ഓഫ് കമ്പ്യൂട്ടർ, അതായത് കുറേ കമ്പ്യൂട്ടേഴ്സ് കണക്ട് ചെയ്യുന്നതിനെയാണ് നമ്മൾ ഇൻ്റർനെറ്റ് എന്ന് പറയാം. അപ്പോൾ ഇൻ്റർനെറ്റിൽ ഒരു സെർവർ ഉണ്ടാവും, സെർവറുമായിട്ട് കുറേ കണക്ട് ചെയ്തിട്ട് കുറേ ക്ലയൻറ്റ് കമ്പ്യൂട്ടേഴ്സ് ഉണ്ടാവും. അതിനെ നമ്മൾ എന്ത് പറയാം? ഇൻ്റർനെറ്റ്. ഇൻ്റർനെറ്റ് ഈസ് എ വാൻ എന്നാ പറയാം. വൈഡ് ഏരിയ നെറ്റ്വർക്കിന് എക്സാമ്പിൾ ആണ് ഏത്? ഇൻ്റർനെറ്റ്. ലാൻ എന്ന് പറഞ്ഞാൽ ലോക്കൽ ഏരിയ നെറ്റ്വർക്ക്. ഇൻ്റർനെറ്റ് ഈസ് എ വൈഡ് ഏരിയ നെറ്റ്വർക്ക്. അപ്പോൾ ഇൻ്റർനെറ്റിലെ കൂടെ നിങ്ങൾക്ക് എന്താ ചെയ്യാൻ പറ്റുക? ത്രൂ ഇൻ്റർനെറ്റ് പീപ്പിൾ ക്യാൻ ഷെയർ ഇൻഫോർമേഷൻ ആൻഡ് കമ്മ്യൂണിക്കേറ്റ് ഫ്രം എനിവേർ വിത്തിൻ എൻ ഇൻ്റർനെറ്റ് കണക്ഷൻ. നമുക്ക് എവിടെ വേണമെങ്കിലും ഇൻ്റർനെറ്റ് കണക്ഷൻ യൂസ് ചെയ്തിട്ട് നമുക്ക് ഇൻഫോർമേഷൻസ് ഷെയർ ചെയ്യാൻ പറ്റും. അപ്പോൾ ഇൻ്റർനെറ്റ് ഈസ് എ, അപ്പോൾ നമ്മൾ നേരത്തെ ക്ലാസ്സിൽ WW വേൾഡ് വൈഡ് വെബ് എന്നാന്നെല്ലാം പറഞ്ഞിട്ടുണ്ട് അല്ലേ. വെബ് പേജ് എന്നാ, വെബ്സൈറ്റ് എന്നാണ്, പിന്നെ അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം കഴിഞ്ഞ ക്ലാസ് പറഞ്ഞത്. അപ്പോൾ വാട്ട് ഈസ് എൻ ഇൻ്റർനെറ്റ് എന്ന് ചോദിച്ചാൽ എന്താണ്? ഇൻ്റർനെറ്റ് ഈസ് എ ഇറ്റ് ഈസ് എ വാൻ എന്ന് പറയും, വൈഡ് ഏരിയ നെറ്റ്വർക്ക് ആണ്. ഇൻ്റർനെറ്റ് ഈസ് എ വാസ്റ്റ് നെറ്റ്വർക്ക് ദാറ്റ് കണക്ട്സ് കമ്പ്യൂട്ടർ ഓൾ ഓവർ ദി വേൾഡ്. ത്രൂ ദി ഇൻ്റർനെറ്റ് പീപ്പിൾ ക്യാൻ ഷെയർ ഇൻഫോർമേഷൻ ആൻഡ് കമ്മ്യൂണിക്കേറ്റ് ഫ്രം എനിവേർ വിത്ത് ആൻ ഇൻ്റർനെറ്റ് കണക്ഷൻ. ലോകത്തിലെ ഏത് കാര്യങ്ങൾ വേണമെങ്കിലും കമ്മ്യൂണിക്കേഷൻ ചെയ്യാൻ വേണ്ടിയിട്ട് എന്ത് യൂസ് ചെയ്യുന്നുണ്ട്? ഇൻ്റർനെറ്റ്. നെക്സ്റ്റ്, ബ്രൗസേഴ്സ്. വാട്ട് ഈസ് ബ്രൗസർ? ബ്രൗസേഴ്സ് എന്ന് പറഞ്ഞാൽ ബ്രൗസേഴ്സ് ഈസ് എൻ ശരിക്കും ബ്രൗസേഴ്സ് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് എ സോഫ്റ്റ്വെയർ ഫോർ ആക്സസിങ് ഇൻ്റർനെറ്റിനെ നമ്മൾ ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയർ ആണ്. ബ്രൗസർ ഈസ് എൻ ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയർ ഫോർ ആക്സസിങ് ദി ഇൻ്റർനെറ്റ് അല്ലെങ്കിൽ വേൾഡ് വൈഡ് വെബ്. നമ്മൾ ഇൻ്റർനെറ്റ് ആക്സസ് ചെയ്യാൻ പറ്റിയുള്ള ഒരു സോഫ്റ്റ്വെയർ, ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയർ ആണ് എന്ത്? ബ്രൗസേഴ്സ് എന്ന് പറയാം. അപ്പം ഇത് വെബ് ബ്രൗസർ ഈസ് ആൻ ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയർ, അല്ലെങ്കിൽ എങ്ങനെ പറയാ? വെബ് ബ്രൗസർ ഈസ് എ സോഫ്റ്റ്വെയർ ഫോർ ആക്സസിങ് ഇൻഫോർമേഷൻ ഫ്രം ദി ഇൻ്റർനെറ്റ്. ഇപ്പോൾ ബ്രൗസർ എന്ന് പറഞ്ഞാൽ ഏതെല്ലാം? ഇൻ്റർനെറ്റ് എക്സ്പ്ലോറർ, നെറ്റ്സ്കേപ്പ്, ഞാൻ പറഞ്ഞുതരാം. ആദ്യത്തെ ക്ലാസ് പറഞ്ഞോന്ന് ഓർമ്മയില്ല. ഇസ് എ സിമ്പിൾ വെബ് ഇസ് ദി നെയിം ഗിവൺ ടു ഓൾ റിസോഴ്സസ് ഓഫ് ഇൻ്റർനെറ്റ്. സ്പെഷ്യൽ സോഫ്റ്റ്വെയർ ആപ്ലിക്കേഷൻ പ്രോഗ്രാംസ് വിച്ച് യു ക്യാൻ ആക്സസ് വെബ് ഈസ് കോൾഡ് എ വെബ് ബ്രൗസർ. ഒരു സോഫ്റ്റ്വെയർ ആപ്ലിക്കേഷൻ പ്രോഗ്രാം ആണ്. വിത്ത് ക്യാൻ യു ആക്സസ് വെബ് ഓർ നെറ്റ്വർക്ക് ഇൻ്റർനെറ്റ് ഈസ് കോൾഡ് വെബ് ബ്രൗസർ. എക്സാമ്പിൾസ് ഓഫ് വെബ് ബ്രൗസേഴ്സ് ആണ് ഫയർഫോക്സ്, ഗൂഗിൾ ക്രോം, ഒപ്പേര, സഫാരി എക്സെട്ര. സഫാരി ഇത്രയാണ് പോപ്പുലർ വെബ് ബ്രൗസേഴ്സ് അല്ലേ. വെബ് ബ്രൗസേഴ്സ് ഇതെല്ലാം എക്സാമ്പിൾസ് ഓഫ് വെബ് ബ്രൗസേഴ്സ് ആണ്. ഫയർഫോക്സ്, ഗൂഗിൾ ക്രോം, ഒപ്പേര, സഫാരി എക്സെട്ര. ഞാൻ ക്ലാസ് പറഞ്ഞോ എന്നൊരു സംശയം അല്ലേ കഴിഞ്ഞ ക്ലാസ്സിൽ. അത് എൻ്റെ നോട്ട് വെച്ചിട്ട്, ഇത് ആ ടീച്ചറെ നോട്ട്സ് ആണ്. ഇത് പുതിയ നിങ്ങൾക്ക് വന്ന മെറ്റീരിയലിലുള്ള നോട്ട്സാണ്. അപ്പം ഗൂഗിൾ ക്രോം ഞാൻ അതിൻ്റെ നെറ്റ്സ്കേപ്പ്, നാവിഗേറ്റർ, ഇൻ്റർനെറ്റ് എക്സ്പ്ലോറർ എന്നെല്ലാം പറഞ്ഞതാണ് അല്ലേ. ബ്രൗസേഴ്സ് പോപ്പുലർ വെബ് ബ്രൗസിംഗ് സോഫ്റ്റ്വെയർ ആണ് ഗൂഗിൾ ക്രോം, അതല്ലേ. ഗൂഗിൾ ക്രോം ഈസ് എ വെബ് ബ്രൗസിംഗ് സോഫ്റ്റ്വെയർ ഡെവലപ്ഡ്. അപ്പം നമ്മൾ നെറ്റ് ആക്സസ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന സോഫ്റ്റ്വെയർസിനെയാണ് വെബ് ബ്രൗസേഴ്സ് എന്ന് പറയാം. വെബ് ബ്രൗസർ എപ്പോൾ ഗൂഗിൾ ക്രോം എപ്പോൾ ഡെവലപ്പ് ചെയ്തിന്? 2008 ബൈ ഗൂഗിൾ ഇൻ C++ ലാംഗ്വേജിലാണ് എഴുതിന്.
അസംബ്ലി പിന്നെ മോസില്ല ഫയർഫോക്സ് ഇസ് എൻ അനദർ എക്സാമ്പിൾ. അപ്പൊ വാട്ട് ഈസ് എ വെബ് ബ്രൗസർ എന്ന് ചോദിക്കാം എക്സാമിന്. അപ്പൊ എന്താണ് വെബ് ബ്രൗസർ? ഈസ് എ സോഫ്റ്റ്വെയർ ആപ്ലിക്കേഷൻ ഫോർ ആക്സസിങ് ഇന്റർനെറ്റ്. പിന്നെ ഗിവ് 2 എക്സാമ്പിൾസ് എന്ന് ചോദിച്ചാൽ നിങ്ങൾ എന്തെങ്കിലും പറയാം. മോസില്ല ഫയർഫോക്സ്, ഇന്റർനെറ്റ് എക്സ്പ്ലോറർ, ഒപ്പേര, പിന്നെ ക്ലാസ് ഇന്റർനെറ്റ് എക്സ്പ്ലോറർ, ഇതെല്ലാം ഫസ്റ്റ്. നെറ്റ്സ്കേപ്പ് നാവിഗേറ്റർ, മോസില്ല ഫയർഫോക്സ്, ഗൂഗിൾ ക്രോം, ഇപ്പൊ നമ്മൾ മൈക്രോസോഫ്റ്റ് എഡ്ജ് എന്നെല്ലാം പറഞ്ഞിട്ട് ഇത്രയും എന്തുണ്ട് സോഫ്റ്റ്വെയർസ് ഉണ്ട്. അപ്പൊ ഇനി വാട്ട് ആർ ദി സർവീസസ് പ്രൊവൈഡഡ് ബൈ ദി ഇന്റർനെറ്റ്? എന്തെല്ലാം സർവീസസ് ആണ്? ഇത് പോയിന്റ്സ് മാത്രം നോട്ട് ചെയ്യുക. സം ഓഫ് ദി സർവീസ് പ്രൊവൈഡഡ് ബൈ ദി ഇന്റർനെറ്റ് അല്ലെങ്കിൽ അപ്ലിക്കേഷൻസ് ഓഫ് എൻ ഇന്റർനെറ്റ് എന്ന് വെച്ചാൽ നമ്മൾ ഇലക്ട്രോണിക് മെയിൽ ഈസ് ആൻ ഇമ്പോർട്ടൻറ്റ് അപ്ലിക്കേഷൻ ഓഫ് എ സർവീസ് ആണ്, അല്ലെ സർവീസ് ഓർ അപ്ലിക്കേഷൻ. സം ഓഫ് ദി സർവീസ് പ്രൊവൈഡഡ് ബൈ ദി ഇന്റർനെറ്റ് ഏതാണ്? ഫസ്റ്റ് ഇലക്ട്രോണിക് മെയിൽ, അല്ലെ മെയിൽ ഇറ്റ്സ് ആൻ ഇമ്പോർട്ടൻറ്റ് എക്സാമ്പിൾ. പിന്നെ വേൾഡ് വൈഡ് വെബ്, വേൾഡ് വൈഡ് വെബ് ഈസ് ആൻ അനദർ എക്സാമ്പിൾ. www അല്ലെ വേൾഡ് വൈഡ് ഈസ് ആൻ അനദർ എക്സാമ്പിൾ. പിന്നെ ഫയൽ ട്രാൻസ്ഫർ പ്രോട്ടോകോൾ FTP, ഇൻസ്റ്റന്റ് മെസ്സേജിങ് IM, മെയിലിംഗ് ലിസ്റ്റ്, ഇൻസ്റ്റന്റ് മെസ്സേജിങ് 2 പ്രാവശ്യം എഴുതിയിട്ടുണ്ട്. ന്യൂസ് ഗ്രൂപ്പ്. ദീസ് ആർ ദി എക്സാമ്പിൾസ് ഓഫ് വാട്ട് സർവീസസ്. അപ്പൊ ഇലക്ട്രോണിക് മെയിൽ എന്നാന്ന് അറിയില്ല. ഇമെയിൽ നമ്മൾ Gmail ID ഉണ്ടാക്കുന്നതിനാണ് നമ്മൾ ഇമെയിൽ എന്ന് പറയാം. ഇമെയിൽ ഈസ് എ മെത്തേഡ് ഓഫ് എക്സ്ചേഞ്ചിങ് ഡിജിറ്റൽ മെസ്സേജസ് ടു 1 or more റെസിപ്പിയൻസ്. ഇമെയിൽ എന്താണ്? ഇലക്ട്രോണിക് മെയിൽ എന്ന് പറയും. അപ്പോൾ ഡിജിറ്റൽ മെസ്സേജസ് സെൻഡ് ചെയ്യാനുള്ള ഒരു മെത്തേഡാണ് ഇത് ഇമെയിൽ. ഇമെയിൽസ് സെർവേഴ്സ് ആക്സെപ്റ്റ് ഫോർവേഡ് ഡെലിവർ ആൻഡ് സ്റ്റോർ മെസ്സേജ്, അല്ല ഇമെയിൽ എങ്ങനെ അയക്കുക സെൻഡ് ചെയ്യുക എന്നെല്ലാം അറിയില്ല. ഇമെയിലിന്റെ സ്ട്രക്ചർ എല്ലാം അറിയില്ല. ആദ്യം എന്ത് ചെയ്യും? നമ്മളൊരു ഇമെയിൽ അയക്കണമെങ്കിൽ ആദ്യം ടു അഡ്രസ് ടൂള് കൊടുക്കും, നമ്മളെ റെസിപ്പിയന്റ് നെയിം, പിന്നെ ഫ്രം ഉണ്ടാവും അല്ലെ, നമ്മൾ ID ഫ്രം, പിന്നെ ടു ആർക്കും അയക്കേണ്ടത്, പിന്നെ എന്തുണ്ടാവും സബ്ജക്റ്റ് കൊടുക്കേണ്ടി വരും, പിന്നെ CC എന്നെല്ലാം പറഞ്ഞിട്ടുണ്ടല്ലേ കാർബൺ കോപ്പി, അങ്ങനെ എല്ലാ സംഭവങ്ങളെല്ലാം കൊടുത്ത് മെയിലിൻ്റെ മെറ്റീരിയൽ ടൈപ്പ് ചെയ്യുക, പിന്നെ അറ്റാച്ച് ചെയ്യാം. നമുക്ക് ഇതെല്ലാം ലാബിൽ ചെയ്യേണ്ടതാണ് ഇമെയിൽ ക്രിയേഷൻ എല്ലാം. അത് പറഞ്ഞുതരാം. അപ്പൊ ഇങ്ങനെ ഒരു സർവീസ് ഏതാണ്? ഒന്നാമത്തെ സർവീസ് എന്ന് പറഞ്ഞാൽ ഇലക്ട്രോണിക് മെയിലാണ്. സെക്കൻഡ് സർവീസ് എന്ന് പറഞ്ഞാൽ വേൾഡ് വൈഡ് വെബ്, മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് service provided by the internet, അല്ലേ? Web is a collection of website or web page stored in web servers and can be accessed through the internet. Most important service provided by the internet ഏതാണ്? വേൾഡ് വൈഡ് വെബ്. അപ്പൊ വെബിൽ അതിൽ വേറെ പോയിന്റ് എന്താണ്? വെബ് ഈസ് എ കളക്ഷൻ ഓഫ് വെബ്സൈറ്റ്സ് ഓർ വെബ് പേജ്. അപ്പൊ വെബ്സൈറ്റ് എന്ന് പറഞ്ഞാൽ കളക്ഷൻ ഓഫ് വെബ് പേജിനെയാണ് നമ്മൾ എന്ത് പറയാ? വെബ്സൈറ്റ് എന്ന് പറയാം. അപ്പൊ ഈ വെബ് പേജ് എങ്ങനെ ക്രിയേറ്റ് ചെയ്യുക? HTML എന്നെല്ലാം കേട്ടിനാ? അപ്പൊ നമ്മൾ HTML എന്ന് പറയുന്ന ലാംഗ്വേജിൽ ക്രിയേറ്റ് ചെയ്യുന്ന പേജസിനെയാണ് ഒരു വെബ് പേജ് എന്ന് പറയാം. അപ്പൊ വെബ്സൈറ്റ് എന്ന് പറഞ്ഞാൽ ഈ കളക്ഷൻ ഓഫ് വെബ് പേജസിനെയാണ് നമ്മൾ വെബ്സൈറ്റ് എന്ന് പറയാം. അപ്പൊ അങ്ങനെയുള്ള കുറെ വെബ്സൈറ്റ് ചേർന്നതിന് ഒരു വേൾഡ് വൈഡ് വെബ് എന്ന് പറയാം, അല്ലെ? ദി വെബ് ഡോക്യുമെന്റ്സ് ആർ കണക്റ്റഡ് ഈച്ച് അതർ ബൈ ഹൈപ്പർ ടെക്സ്റ്റ് ഓർ ഹൈപ്പർ മീഡിയ ലിങ്ക്സ്. അപ്പം www എങ്ങനെയാണ് ഈ വെബ് ഡോക്യുമെന്റ്സ് എല്ലാം നമ്മൾ ഒരു ഹൈപ്പർ ലിങ്ക് വഴിയാണ് കണക്ട് ചെയ്തിട്ടുണ്ട് എന്ന് പറയാം. ഹൈപ്പർ ലിങ്ക് എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മൾ ക്ലിക്ക് ചെയ്യുന്നില്ലേ, ഒരു ബ്ലൂ കളറിൽ വരുന്ന ക്ലിക്ക് ചെയ്യുമ്പോൾ വേറെ പേജ് വരുന്നില്ലേ? അപ്പം ഇങ്ങനെയുള്ള കുറെ വെബ് പേജസിനെ ഹൈപ്പർ ലിങ്ക് വഴി കണക്ട് ചെയ്തിട്ട് ഇതിനെയാണ് നമ്മൾ വെബ്സൈറ്റ് എന്ന് പറയാം. ഇങ്ങനെ കളക്ഷൻ ഓഫ് വെബ്സൈറ്റിനെയാണ് നമ്മൾ ഒരു വേൾഡ് വൈഡ് വെബ് എന്ന് പറയാം. അപ്പൊ വേൾഡ് വൈഡ് വെബ് ആരാ ഡെവലപ്പ് ചെയ്തിന്? ടിം ബേർണേഴ്സ്-ലീ ഇൻ 1989. ചിലപ്പോൾ ചോദിക്കാം അല്ലെ, വൺ വേർഡ് ഹു ഇസ് ഡെവലപ്ഡ് വേൾഡ് വൈഡ് വെബ്? ടിം ബേർണേഴ്സ്-ലീ ഇൻ 1989. സെർച്ച് എഞ്ചിൻ, അടുത്ത സർവീസ് പ്രൊവൈഡഡ് ബൈ ദി ഇന്റർനെറ്റ് ഏതാ? സെർച്ച് എഞ്ചിൻ. സെർച്ച് എഞ്ചിൻ എന്തിനാ യൂസ് ചെയ്യുന്നത്? യൂസ്ഡ് ഫോർ സെർച്ചിങ് ഇൻഫോർമേഷൻ ഓൺ ദി ഇന്റർനെറ്റ്. സെർച്ച് എഞ്ചിൻ എന്തിനാ യൂസ് ചെയ്യുന്നത്? സെർച്ചിങ് ഇൻഫോർമേഷൻ ഓൺ ദി ഇന്റർനെറ്റ്. പോപ്പുലർ സെർച്ച് എഞ്ചിൻസ് ആർ ഗൂഗിൾ, യാഹൂ, ബിങ് എക്സെട്ര. അപ്പൊ സെർച്ച് എഞ്ചിൻ എന്ന് പറഞ്ഞാൽ എന്നാ ഉദ്ദേശിക്കുന്നത് പറഞ്ഞാൽ നമ്മൾ ഇന്റർനെറ്റിൽ നമുക്ക് ആവശ്യമുള്ള സംഭവം സെർച്ച് ചെയ്യുന്ന അതിനെയാണ് സെർച്ച് എഞ്ചിൻ എന്ന് പറയാം. ഗൂഗിളിലാണ് മെയിൻ ആയിട്ട് അല്ലേ? ഗൂഗിളിന് എന്താണ് ഗൂഗിൾ എന്ന് പറയാൻ അല്ല, അത്രയും ഗൂഗിൾ എന്ന് പറഞ്ഞാൽ അത്രയും സീറോസിനെയാ പറയുന്നത് അല്ലേ? ഗൂഗിൾ GOOGLE. അപ്പൊ അത്രയും ഇൻഫോർമേഷൻസ് കിട്ടുന്ന ഒരു സെർച്ച് എഞ്ചിനാണ് ഗൂഗിള്. പിന്നെ യാഹു ഒരു സെർച്ച് എഞ്ചിനാണ്. നമ്മൾ നെറ്റ് സെർച്ച് ചെയ്യാൻ യൂസ് ചെയ്യുന്ന ഇതിനെയാണ് നമ്മൾ സെർച്ച് എഞ്ചിൻസ് എന്ന് പറയാം. ഗൂഗിൾ ഒരു സെർച്ച് എഞ്ചിനാണ്, എല്ലാവരും യൂസ് ചെയ്യുന്നതാണ്. യാഹു ഒരു സെർച്ച് എഞ്ചിനാണ്. ബിങ് എക്സെട്ര അനദർ സെർച്ച് എഞ്ചിൻ. ചിലപ്പോൾ ഇങ്ങനെ ബ്രൗസറും
അല്ല, എക്സാമ്പിൾസ് ഓഫ് സെർച്ച് എഞ്ചിൻസ് ചോദിച്ചാൽ നിങ്ങൾക്ക് എഴുതാൻ പറ്റും. ഡാഷ് ഈസ് എ പോപ്പുലർ സെർച്ച് എഞ്ചിൻ. ഇപ്പൊ ഗൂഗിൾ ഈസ് എ സെർച്ച് എഞ്ചിൻ, ബട്ട് ഗൂഗിൾ ക്രോം ഈസ് എ വെബ് ബ്രൗസർ. ഇപ്പൊ കൺഫ്യൂഷൻ വരാൻ പാടില്ല. ഗൂഗിൾ ക്രോം എന്ന് പറഞ്ഞ ഒരു വെബ് ബ്രൗസർ ആണ്, നെറ്റ് ആക്സസ് ചെയ്യുന്നത്. ഗൂഗിൾ എന്ന് പറഞ്ഞാൽ ഒരു സെർച്ച് എഞ്ചിൻ ആണ്. ഡിഫറൻറ്റ് മനസ്സിലാക്കണം. യാഹു മെയിലിനും ഉണ്ട് അല്ലെ. യാഹു നമുക്ക് മെയിൽ ആക്സസ് ചെയ്യാനും യൂസ് ചെയ്യാം. യാഹു ഒരു സെർച്ച് എഞ്ചിൻ ആയിട്ടും ഉണ്ട്. ബിങ് എന്ന് പറയുന്നതും അനദർ ഒരു സെർച്ച് എഞ്ചിൻ ആണ്. അപ്പൊ ഇത്രയാണ് സെർച്ച് എഞ്ചിൻസ്. നെക്സ്റ്റ് അടുത്ത സർവീസ് പ്രൊവൈഡ് ചെയ്യുന്ന എന്താണ്? ഇന്റർനെറ്റ് സർവീസ് പ്രൊവൈഡ് ചെയ്യുന്നത് ഫയൽ ട്രാൻസ്ഫർ പ്രോട്ടോകോൾ, FTP. FTP എന്ന് പറഞ്ഞാൽ ഫുൾ ഫോം ഫയൽ ട്രാൻസ്ഫർ പ്രോട്ടോകോൾ എന്ന് പറയും. ഇത് പ്രോട്ടോകോൾ. അപ്പൊ പ്രോട്ടോകോൾ എന്താണെന്ന് അറിയണം അല്ലെ. പ്രോട്ടോകോൾ എന്ന് പറഞ്ഞാൽ സെറ്റ് ഓഫ് റൂൾസ് ഫോർ ട്രാൻസ്മിറ്റിംഗ് ഇൻഫോർമേഷൻ ഇൻ ആൻ ഇന്റർനെറ്റ് ഈസ് കോൾഡ് എ പ്രോട്ടോകോൾ എന്ന് പറയും. ഇപ്പൊ പ്രോട്ടോകോൾ എന്ന് പറഞ്ഞാൽ ഡെഫിനിഷൻ, പ്രോട്ടോകോൾ ഈസ് എ സെറ്റ് ഓഫ് റൂൾസ്, എന്തൊക്കെയോ റൂൾസ് ഉണ്ട്, ഫോർ ട്രാൻസ്മിറ്റിംഗ് ഇൻഫോർമേഷൻ ടു ദി ഇന്റർനെറ്റ് ത്രൂ ദി ഇന്റർനെറ്റ്. അപ്പൊ അതിലൊരു എക്സാമ്പിൾ ആണ് FTP. ആരാണ് സർവീസ് പ്രൊവൈഡ് ചെയ്യുന്ന? ഇന്റർനെറ്റ് പ്രൊവൈഡ് ചെയ്യുന്ന ഒരു സർവീസ് ആണ് ഫയൽ ട്രാൻസ്ഫർ പ്രോട്ടോകോൾ. അപ്പൊ ഫയൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റും. ഏത് പ്രോട്ടോകോൾ യൂസ് ചെയ്തിട്ട്? FTP എന്ന് പറയുന്ന പ്രോട്ടോകോൾ. അതൊരു മെയിൻ ആപ്ലിക്കേഷൻ ആണ്. നമുക്ക് ഫയൽ ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റുന്നു, അത്രയേ ഉള്ളൂ അതിന്റെ മെയിൻ ആപ്ലിക്കേഷൻ. പിന്നെ HTTP എന്ന് കേട്ടിനാ, അതിന് ഹൈപ്പർ ടെക്സ്റ്റ് ട്രാൻസ്ഫർ. ഹൈപ്പർ ടെക്സ്റ്റ് ട്രാൻസ്മിറ്റ് ചെയ്യുന്ന പ്രോട്ടോകോൾ ആണ് ഇത് HTTP. HTTPS എന്ന് കേട്ടിനാ, അത് ആ എസ് എന്ന് പറയുന്നത് സെക്യൂരിറ്റിയിലെ സൈറ്റിനാണ് HTTPS എന്ന് പറയാം. നമ്മൾ കൊടുക്കുന്ന അഡ്രസ്സിന് നമ്മൾ URL എന്നാ പറയാം. റീലൊന്നും നോട്ട്സ് എഴുതിയിട്ട് കാണുന്നില്ല. URL എന്ന് പറഞ്ഞാൽ എന്താണെന്ന് പറയാം? യൂണിവേഴ്സൽ സീരിയൽ റിസോഴ്സ്. URL അല്ലേ? യൂണിവേഴ്സൽ റിസോഴ്സ് ലൊക്കേറ്റർ. വേണമെങ്കിൽ നോട്ട് ചെയ്ത് വെക്കണേ, ക്ലാസ് കേൾക്കുന്നവര്. URL എന്ന് പറഞ്ഞാൽ യൂണിവേഴ്സൽ റിസോഴ്സ് ലൊക്കേറ്റർ. യൂണിവേഴ്സൽ റിസോഴ്സ് ലൊക്കേറ്റർ എന്നാ URL. അപ്പൊ ഈ URL അഡ്രസ് എന്ന് പറയുന്നത് നമ്മൾ ഈ www.keralapsc.com എന്നെല്ലാം പറഞ്ഞിട്ട് കൊടുക്കുന്നില്ലേ, ആ കൊടുക്കുന്നതിന് നമ്മൾ URL എന്നാ പറയാം. യൂണിവേഴ്സൽ റിസോഴ്സ് ലൊക്കേറ്റർ. നോട്ട്സ് കാണുന്നില്ല. ഓക്കെ, അപ്പൊ വൺ വേർഡിൽ ഞാൻ നോട്ടാക്കി തരാം. അപ്പൊ വാട്ട് ഈസ് URL? യൂണിവേഴ്സൽ റിസോഴ്സ് ലൊക്കേറ്റർ. URL അഡ്രസ് എന്ന് പറയുന്നതാണ് ആ HTTP:/ KeralaPSC നമ്മൾ കൊടുക്കുന്നില്ലേ, അതിനെയാണ് നമ്മൾ URL അഡ്രസ് എന്ന് പറയാം. അപ്പം HTTP എന്ന് പറഞ്ഞാൽ HTTP എന്താന്ന് പറഞ്ഞുകൊണ്ടാണ് ഞാൻ അത്രയും പറഞ്ഞത് അല്ല. URLന്റെ ഒരു പാർട്ടാണ് HTTP. പിന്നെ കൊടുക്കുന്നത് എന്താ? URL അഡ്രസ്സിന്റെ സ്ട്രക്ചർ എന്ന് പറഞ്ഞാൽ HTTP, അതിന്റെ സെർവറിന്റെ പേരാണ് ഈ HTTP. പിന്നെ നമ്മൾ ഡൊമൈൻ നെയിം എന്ന് പറയും. ഇപ്പൊ KeralaPSC എന്ന് പറയുന്നത് അതിന്റെ ഒരു ഡൊമൈൻ നെയിം ആണ്. ഡൊമൈൻ നെയിം എന്ന് പറയും KeralaPSC. പിന്നെ .com എന്ന് പറയുന്നത് അതിന്റെ ഡൊമൈൻ ടൈപ്പ് എന്ന് പറയും. ഏത് ഡൊമൈൻ ടൈപ്പ് ആണ്? അപ്പൊ ഈ അതാണ് HTTP. ജസ്റ്റ് ഞാൻ പറഞ്ഞു തന്നല്ലോ, നിങ്ങളെ സിലബസിൽ ഇല്ലാത്തതുകൊണ്ടായിരിക്കും നോട്ട് തരാത്തത്. നെക്സ്റ്റ് മെയിലിംഗ് ലിസ്റ്റ്. A mailing list is a simple list of address to which the same information is to be sent. അപ്പൊ ഇന്റർനെറ്റിന്റെ വേറൊരു ആപ്ലിക്കേഷൻ ഏതാണ്? മെയിലിംഗ് ലിസ്റ്റ്. മെയിലിംഗ് ലിസ്റ്റ് എന്താണ് ഉദ്ദേശിക്കുന്നത്? ലിസ്റ്റ് ഓഫ് അഡ്രസ്സസ് ടു വിച്ച് സെയിം ഇൻഫോർമേഷൻ ഈസ് ടു ബി സെൻഡ്. ലിസ്റ്റ് ഓഫ് അഡ്രസ് നമ്മൾ മെയിൽ മെർജെല്ലാം ചെയ്യുന്ന പോലെ ലിസ്റ്റ് ഓഫ് അഡ്രസ് സെയിം ഇൻഫോർമേഷൻ സെൻഡ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ലിസ്റ്റ് ഓഫ് അഡ്രസ്സിനെ മെയിൻ. ഇഫ് യു ആർ ഒരു മാഗസിൻ പബ്ലിഷർ ആണെങ്കിൽ യു വുഡ് ഹാവ് ടു ലിസ്റ്റ് ഓഫ് മെയിലിംഗ് അഡ്രസ്സസ് ഓഫ് ഓൾ സബ്സ്ക്രൈബേഴ്സ് ടു ബി മാഗസിൻ അല്ലെ. നമുക്കൊരു മാഗസിനെ പബ്ലിഷ് ചെയ്യണമെങ്കിൽ എന്ത് വേണം? ഒരു മെയിലിംഗ് അഡ്രസ്സ് ഉണ്ടെങ്കിൽ എല്ലാം ഒന്നിച്ച് നമുക്ക് സെൻഡ് ചെയ്യാൻ പറ്റുമല്ലോ. ഫോർ എക്സാമ്പിൾ, എ band may use mailing list to left their fan base about their upcoming concert. നോട്ട്സ് അങ്ങനെ എന്ത്? അപ്പൊ മെയിലിംഗ് ലിസ്റ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? അനദർ ആപ്ലിക്കേഷൻ ഓഫ് ഇന്റർനെറ്റ് അല്ലെ, അനദർ സർവീസ് പ്രൊവൈഡഡ് ബൈ ദി ഇന്റർനെറ്റ്. എന്തെല്ലാം സർവീസ് പറഞ്ഞാൽ? ഇലക്ട്രോണിക് മെയിൽ, വേൾഡ് വൈഡ് വെബ്, ഫയൽ ട്രാൻസ്ഫർ പ്രോട്ടോകോൾ, ഇൻസ്റ്റന്റ് മെസ്സേജിംഗ്, മെയിലിംഗ് ലിസ്റ്റ്, ന്യൂസ് ഗ്രൂപ്പ്. അപ്പൊ എന്തെല്ലാം നമ്മൾ പറഞ്ഞു? ഇലക്ട്രോണിക് മെയിൽ എന്താണെന്ന് എല്ലാവർക്കും അറിയാം. വേൾഡ് വൈഡ് വെബ് പറഞ്ഞു. സെർച്ച് എഞ്ചിൻ എന്താണെന്ന് പറഞ്ഞു. ഫയൽ ട്രാൻസ്ഫർ പ്രോട്ടോകോൾ പറഞ്ഞു. മെയിലിംഗ് ലിസ്റ്റ് ആണ് ഇതിന് പറയേണ്ടത്. അപ്പൊ മെയിലിംഗ് ലിസ്റ്റ് ഈസ് എ സിംപ്ലി എ ലിസ്റ്റ് ഓഫ് അഡ്രസ്സസ് ടു വിച്ച് ദി സെയിം ഇൻഫോർമേഷൻ ഈസ് ടു ബി സെൻഡ്. നെക്സ്റ്റ്, ഇൻസ്റ്റന്റ് മെസ്സേജിങ്. നമ്മൾ ഇന്റർനെറ്റിന്റെ അതർ സർവീസ് പ്രൊവൈഡ് ചെയ്യുന്ന അന്നേരമില്ല
Instant messaging. Instant messaging is type of online chat which offers real-time text transmission over the internet. Instant messaging എന്ന് പറഞ്ഞാൽ എല്ലാവരും ഇപ്പം വാട്സപ്പ് ചെയ്യുന്നത്. അപ്പം ഇതിൽ അതല്ല ഉദ്ദേശിക്കുന്നത് ഇൻ്റർനെറ്റ് വഴി ഇൻസ്റ്റൻറ്റ് മെസ്സേജിങ് ടെക്സ്റ്റ് മെസ്സേജ് എല്ലാം ചെയ്യാൻ പറ്റും. ഇൻസ്റ്റൻറ്റ് മെസ്സേജിങ് ഈസ് എ ടൈപ്പ് ഓഫ് ഓൺലൈൻ ചാറ്റ് എന്ന് പറയും അല്ലേ, വിച്ച് ഓഫേഴ്സ് റിയൽ ടൈം ടെക്സ്റ്റ് ട്രാൻസ്മിഷൻ ഓവർ ഇൻ്റർനെറ്റിലേക്കൂടെ റിയൽ ടൈം ടെക്സ്റ്റ് ട്രാൻസ്മിഷൻ ചെയ്യാൻ പറ്റുന്നുണ്ട്. അതിനെയാണ് നമ്മൾ ഇൻസ്റ്റൻറ്റ് മെസ്സേജിങ് എന്ന് പറയാം. It notify you when one or more people are online and allow exchange of message and files. കുറേ പീപ്പിൾസിന് ഒരേ സമയത്ത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, മെസ്സേജസ് സെൻഡ് ചെയ്യാൻ പറ്റും. സം ഇൻസ്റ്റൻറ്റ് മെസ്സേജിങ് ആർ ടെക്സ്റ്റ് ഓൺലി അതർ സപ്പോർട്ട്. അപ്പോൾ ഇൻസ്റ്റൻറ്റ് മെസ്സേജിങ് ഏതെല്ലാം ടൈപ്പ് ഉണ്ട്, ടെക്സ്റ്റ് സം notify you one or more people are online and allow exchange of the files. Some instant message are text only, other support voice and video. ചില ഇൻസ്റ്റൻറ്റ് മെസ്സേജിങ് എന്തെല്ലാം സപ്പോർട്ട് ചെയ്യും, വോയിസും വീഡിയോസും സപ്പോർട്ട് ചെയ്യുന്നുണ്ടല്ലേ. ഓൺലി ടെക്സ്റ്റ് ഓൺലി മെസ്സേജസ് ആയിരിക്കും, ചിലപ്പോൾ വീഡിയോസും വോയിസും ഒക്കെ ഷെയർ ചെയ്യാൻ പറ്റുന്നുണ്ട്. ഇപ്പം നമുക്ക് വാട്സപ്പ് വഴി പറ്റുന്നുണ്ട്, പിന്നെ എന്താ ഉള്ളത്, ടെലിഗ്രാമോ അങ്ങനെ എല്ലാ ആപ്ലിക്കേഷനും വഴി പറ്റുന്നില്ല. അതെല്ലാം ഇൻസ്റ്റൻറ്റ് മെസ്സേജിങ്ങും ഇൻ്റർനെറ്റിൻ്റെ ഒരു സർവീസാണ്. ചാറ്റ് റൂം. വാട്ട് ഈസ് ചാറ്റ് റൂം? ഈസ് എ ലൊക്കേഷൻ ഓൺ സെർവർ ദാറ്റ് പെർമിറ്റ്സ് യൂസേഴ്സ് ടു ഡിസ്കസ് ടോപ്പിക് ഓഫ് ഇൻ്റർനെറ്റ് അല്ലേ, ടോപ്പിക്സ് ഓഫ് ഇൻട്രസ്റ്റ്. അപ്പോൾ ചാറ്റ് റൂം ഒരു ചാറ്റ് റൂം പോലെ ആക്കിയിട്ട് ഇപ്പം ചെയ്യുന്നത് നമ്മൾ ഓൺലൈൻ ക്ലാസ് എടുക്കുമ്പോൾ എല്ലാം ചെയ്യുന്ന ഇതെല്ലാം ഒരു ചാറ്റ് റൂം. അതിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇൻസ്റ്റൻറ്റ് യൂസേഴ്സ് ടു ഡിസ്കസ് ഇൻട്രസ്റ്റുള്ള ടോപ്പിക്കിനെ പറ്റിയിട്ട് അവർക്ക് ഡിസ്കസ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇത്രയും ആപ്ലിക്കേഷൻ. അടുത്തത് ഏതാണ്, ന്യൂസ് ഗ്രൂപ്പ്. ഇപ്പം ചാറ്റ് റൂം ഇത് ഇൻസ്റ്റൻറ്റ് മെസ്സേജിങ്ങിൽ വരുന്നതാണ് ഇത്രയും പോയിന്റ്സ്. ഇനി ന്യൂസ് ഗ്രൂപ്പ് എന്ന് അടുത്ത പോയിന്റ് ആണ് ഇത്, ന്യൂസ് ഗ്രൂപ്പ്. എ ന്യൂസ് ഗ്രൂപ്പ് ഈസ് ആൻ ഇന്റർനെറ്റ് ബേസ്ഡ് ഡിസ്കഷൻ അറൗണ്ട് ആൻ ഇൻഡിവിജ്വൽ. ന്യൂസ് ഗ്രൂപ്പ് എന്ന് പറഞ്ഞാൽ is an internet-based discussion around an individual entity or organization or topic. അപ്പം ന്യൂസ് ഗ്രൂപ്പ് മറ്റേത് ചാറ്റ് റൂം അല്ല, ചാറ്റ് റൂം പോലെ വേറൊരു സംഭവമാണ് ന്യൂസ് ഗ്രൂപ്പ്. ന്യൂസ് ഗ്രൂപ്പ് എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് ആൻ ഇന്റർനെറ്റ് ബേസ്ഡ് ഡിസ്കഷൻ അല്ലേ, അറൗണ്ട് ഇൻഡിവിജ്വൽ ആവാം, പിന്നെ ഓർഗനൈസേഷനിൽ ഒരു ടോപ്പിക്കിനെ പറ്റി അങ്ങനെയെല്ലാം ചെയ്യുന്നതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ഒരു ന്യൂസ് ഗ്രൂപ്പ്. News group enables remotely connected users to share, discuss and learn about their topic of interest by exchanging text messages, images, videos and other forms of digital content. News groups enables എന്താ ചെയ്യുന്നത്, remotely connected users to share. Remotely connect ചെയ്ത users to share and discuss and learn എന്തെല്ലാം ഡിസ്കസ് ചെയ്യാൻ പറ്റുന്നുണ്ട്, അവർക്ക് ഇഷ്ടമുള്ള ടോപ്പിക്കിനെ പറ്റിയിട്ട് മെസ്സേജസ് സെൻഡ് ചെയ്യുക, ഇമേജസ് സെൻഡ് ചെയ്യുക, വീഡിയോസ് സെൻഡ് ചെയ്യുക, ഡിജിറ്റൽ കണ്ടൻസ് ഒക്കെ സെൻഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഒരു അടുത്ത ആപ്ലിക്കേഷൻ സർവീസ് എന്ന് പറയുന്നതാണ് ന്യൂസ് ഗ്രൂപ്പ്. ഇതൊരു ഗ്രൂപ്പ് പോലെ. ന്യൂസ് ഗ്രൂപ്പ്സ് ആർ ആൾസോ റെഫേർഡ് ടു യൂസ്നെറ്റ്. അതിന് ഇന്റർനെറ്റിന് പകരം യൂസ്നെറ്റ് ന്യൂസ് ഗ്രൂപ്പ് എന്നും പറയും. നെക്സ്റ്റ് ഇത്രയും സർവീസസ് ആണ് എന്ത് പ്രൊവൈഡ് ചെയ്യുന്നത്, ഇന്റർനെറ്റ് പ്രൊവൈഡ് ചെയ്യുന്ന സർവീസസ് ആണ് ഇതത്രയും. ഇനി നെക്സ്റ്റ് പറയുന്നത് വാട്ട് ഈസ് ആപ്ലിക്കേഷൻ ഓഫ് ഇന്റർനെറ്റ്. ചിലപ്പോൾ ചോദിക്കാം, നിങ്ങൾ പോയിന്റ്സ് മാത്രം എഴുതാം. എന്തെല്ലാം നേരത്തെ പറയുന്നത് സർവീസസ് ആണ്, ഇത് ആപ്ലിക്കേഷൻ. കമ്മ്യൂണിക്കേഷന് വേണ്ടിയിട്ട് നമ്മൾ ഇന്റർനെറ്റ് യൂസ് ചെയ്യുന്നുണ്ട്. നെക്സ്റ്റ് ജോബ് സെർച്ചസ്, ജോബ് സെർച്ച് ചെയ്യാൻ നിങ്ങൾക്ക് അറിയുന്ന പോലെ എഴുതി വെച്ചാൽ മതി അല്ലേ. കമ്മ്യൂണിക്കേഷന് വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, ഇന്റർനെറ്റ് യൂസ് ചെയ്യുന്നുണ്ട്. ജോബ് സെർച്ചസ്, ജോബിന് വേണ്ടിയിട്ട് നമ്മൾ ഇന്റർനെറ്റ് യൂസ് ചെയ്യുന്നുണ്ട് അല്ലേ. ജോബ് എന്തെങ്കിലും ജോബ് ഡാറ്റ എൻട്രി ജോബ്സോ അങ്ങനെയുള്ള നമ്മൾ സെർച്ച് ചെയ്യുന്നുണ്ട്. ഫൈൻഡിങ് ബുക്സ് ആൻഡ് സ്റ്റഡി മെറ്റീരിയൽ ഇപ്പം നമ്മൾ ഈ മെറ്റീരിയൽ ഉണ്ടാക്കിയാൽ ചിലപ്പോൾ നെറ്റിൽ നിന്ന് കോപ്പി പേസ്റ്റ് ആയിരിക്കും അല്ലേ. ഫൈൻഡിങ് ബുക്സ് ആൻഡ് സ്റ്റഡി മെറ്റീരിയൽ, ബുക്സ് എല്ലാം ഒരുപാട് അവൈലബിൾ ഉണ്ട് നെറ്റിൽ, നമുക്ക് പൈസ കൊടുത്ത് വാങ്ങണം എന്നില്ല അല്ലേ. റീഡ് ചെയ്യാൻ പറ്റുന്ന റീഡ് ഓൺലി ബുക്സ് എല്ലാം ഇഷ്ടം പോലെ PDF കിട്ടുന്നുണ്ട്. ഫൈൻഡിങ് ബുക്സ് ആൻഡ് സ്റ്റഡി മെറ്റീരിയൽ, ഹെൽത്ത് ആൻഡ് മെഡിസിൻ. ഇപ്പം ഒരു ഗുളികേനെ പറ്റിയിട്ട് നമുക്ക് ഒരു മെഡിസിൻ്റെ ഡീറ്റെയിൽസ് അറിയണം, ഹെൽത്തിനെ പറ്റിയിട്ടുള്ള എന്തെങ്കിലും അറിയണം, അങ്ങനെയില്ല എല്ലാം നമ്മൾ നെറ്റിൽ സെർച്ച് ചെയ്യുന്നില്ലേ. ഇപ്പം ഹെൽത്ത് ആൻഡ് മെഡിസിൻസ്, ട്രാവലിങ്ങിന് വേണ്ടിയിട്ട് റെയിൽവേ ബുക്കിംഗ്, ട്രെയിനിൻ്റെ സമയം അങ്ങനെയുള്ള നോക്കാം. നമുക്ക് ട്രാവലിന് വേണ്ടിയിട്ട് ഇന്റർനെറ്റ് ഒരു ആപ്ലിക്കേഷനിൽ വരുന്ന. എൻ്റർടൈൻമെൻറ്റ്, കുട്ടികളെല്ലാം മെയിനായിട്ട് എൻ്റർടൈൻമെൻറ്റിന് എന്ത് യൂസ് ചെയ്യുന്നുണ്ട്, ഇന്റർനെറ്റ്. പിന്നെ ഷോപ്പിംഗ്, അടുത്ത ആപ്ലിക്കേഷൻ ഏതാണ്, ഷോപ്പിംഗ് ഈസ് ആൻ അനദർ ആപ്ലിക്കേഷൻ. ഷോപ്പിങ്ങിന് ഓൺലൈൻ ഷോപ്പിംഗ് എന്തെല്ലാം ചെയ്യുന്നുണ്ടല്ലേ.
ആമസോണും അതെല്ലാം. പിന്നെ സ്റ്റോക്ക് മാർക്കറ്റിന്റെ അപ്ഡേറ്റ്സ് അറിയാം. അടുത്ത പോയിന്റ് സ്റ്റോക്ക് മാർക്കറ്റ് അപ്ഡേറ്റ്സ്, ഗവേൺസ്, റിസർച്ച്, ബിസിനസ് ആപ്ലിക്കേഷൻസ്. ഇത്രയാണ്. ഇതൊന്നല്ല, എത്രയോ ആപ്ലിക്കേഷൻസിന്റെ മെയിനായിട്ട് 10-11 ആപ്ലിക്കേഷൻ എഴുതിയിട്ടുണ്ട്. അപ്പൊ നിങ്ങൾ വാട്ട് ആർ ദി ആപ്ലിക്കേഷൻസ് ഓഫ് ഇന്റർനെറ്റ് എന്ന് പറഞ്ഞ പോയിന്റ്സ് മാത്രം എഴുതുക, അല്ലെ നിങ്ങൾക്ക് അറിയുന്ന പോയിന്റ്സ് എഴുതാം. ഇതിലില്ലതാണെങ്കിൽ ഫസ്റ്റ് വൺ കമ്മ്യൂണിക്കേഷൻ, നെക്സ്റ്റ് വൺ സെക്കൻഡ് ജോബ് സെർച്ചേഴ്സ്, തേർഡ് വൺ ഫൈൻഡിങ് ബുക്സ് ആൻഡ് സ്റ്റഡി മെറ്റീരിയൽ, ഫോർത്ത് വൺ ഹെൽത്ത് ആൻഡ് മെഡിസിൻസ്, ഫിഫ്ത്ത് വൺ ട്രാവൽ, സിക്സ്ത് വൺ എന്റർടൈൻമെന്റ്, 7 ഷോപ്പിംഗ്, 8 സ്റ്റോക്ക് ആൻഡ് മാർക്കറ്റ് അപ്ഡേറ്റ്സ്, 9 ഗവേൺസ്, 10 റിസർച്ച് ആൻഡ് 11 ബിസിനസ് ആപ്ലിക്കേഷൻ. ദീസ് ആർ ദി ആപ്ലിക്കേഷൻസ് ഓഫ് ഇന്റർനെറ്റ്. നമ്മൾ സർവീസസ് പറഞ്ഞു, ആപ്ലിക്കേഷൻസും പറഞ്ഞു. വാട്ട് ഈസ് ഇന്റർനെറ്റ് എന്താന്ന് പറഞ്ഞു, ആപ്ലിക്കേഷൻസ് പറഞ്ഞു, അതിന്റെ സർവീസസും പറഞ്ഞു. നെക്സ്റ്റ് അടുത്ത ടോപ്പിക് എന്ന് പറയുന്നത് വാട്ട് ഈസ് കമ്പ്യൂട്ടർ സെക്യൂരിറ്റി. എന്താണ് കമ്പ്യൂട്ടർ സെക്യൂരിറ്റി? എന്താണ് കമ്പ്യൂട്ടർ സെക്യൂരിറ്റി? അല്ലെ, അൺഓതറൈസ്ഡ് ആക്സസ് ചെയ്യാം. നമ്മളെ കമ്പ്യൂട്ടറിൽ മാലീഷ്യസ് പ്രോഗ്രാംസ് എല്ലാം ഉണ്ടാവും. അപ്പം അങ്ങനെ കമ്പ്യൂട്ടറിനെ പ്രൊട്ടക്ട് ചെയ്യാം. അങ്ങനെ ഇല്ലാന്ന് സെക്യൂരിറ്റി എന്ന് പറയാം. അൺഓതറൈസ്ഡ് ആക്സസിനെ പ്രിവെന്റ് ചെയ്യുന്നതിനെ നമ്മൾ കമ്പ്യൂട്ടർ സെക്യൂരിറ്റി എന്ന് പറയാം. കമ്പ്യൂട്ടർ സെക്യൂരിറ്റി, സൈബർ സെക്യൂരിറ്റി ഓർ ഇൻഫോർമേഷൻ സെക്യൂരിറ്റി. അപ്പൊ ഇത്രയും സെക്യൂരിറ്റി വരുന്നുണ്ട്. കമ്പ്യൂട്ടർ സെക്യൂരിറ്റി അല്ലെങ്കിൽ സൈബർ സെക്യൂരിറ്റി അല്ലെങ്കിൽ ഇൻഫോർമേഷൻ ടെക്നോളജി സെക്യൂരിറ്റി, IT സെക്യൂരിറ്റി. എന്താണ് അതിന്റെ അർത്ഥം? ഇസ് ദ പ്രൊട്ടക്ഷൻ ഓഫ് കമ്പ്യൂട്ടർ സിസ്റ്റം ആൻഡ് നെറ്റ്വർക്ക്സ് ഫ്രം ഇൻഫോർമേഷൻ ഡിസ്ക്ലോസർ, തെഫ്റ്റ് ഓർ ഡാമേജ് ടു ദി ഹാർഡ്വെയർ, സോഫ്റ്റ്വെയർ ഓർ ഇലക്ട്രോണിക് ഡാറ്റ ആസ് വെൽ ആസ് ഫ്രം ദി ഡിസ്ട്രപ്ഷൻ ഓർ മിസ്ഡയറക്ഷൻ ഓഫ് ദി സർവീസസ് ദേ പ്രൊവൈഡ്. എന്താണ് കമ്പ്യൂട്ടർ സെക്യൂരിറ്റി എന്ന് പറഞ്ഞാൽ? കമ്പ്യൂട്ടർ സെക്യൂരിറ്റി അല്ലെങ്കിൽ സൈബർ സെക്യൂരിറ്റി അല്ലെങ്കിൽ ഇൻഫോർമേഷൻ ടെക്നോളജി സെക്യൂരിറ്റി എന്ന് പറഞ്ഞാൽ പ്രൊട്ടക്ഷൻ ഓഫ് കമ്പ്യൂട്ടർ സിസ്റ്റംസ്. നമ്മളെ കമ്പ്യൂട്ടർ സിസ്റ്റത്തിനെ പ്രൊട്ടക്ട് ചെയ്യാം. ആൻഡ് നെറ്റ്വർക്ക്സ്. പിന്നെ എന്തിനാ പ്രൊട്ടക്ട് ചെയ്യാം? നെറ്റ്വർക്ക്സ്, കമ്പ്യൂട്ടർ സിസ്റ്റം ആൻഡ് നെറ്റ്വർക്ക്. നമ്മൾ നെറ്റ് ആക്സസ് ചെയ്യുമ്പോൾ ഫ്രം ഇൻഫോർമേഷൻ ഡിസ്ക്ലോസർ എന്ന് വെച്ചാൽ നമ്മളെ ഇൻഫോർമേഷൻ കംപ്ലീറ്റ് ഡിസ്ക്ലോസ് ചെയ്യാണ്ടിരിക്കാനും, തെഫ്റ്റ് ഓർ ഡാമേജ്, നമ്മളെ ഹാർഡ്വെയറും പിന്നെ അതെല്ലാം ഡാമേജ് ചെയ്യാണ്ട് എന്തെങ്കിലും ഇപ്പൊ വൈറസ് എല്ലാം കയറിയ ഹാർഡ്വെയർ മൊത്തം പോകും അല്ലെ. തെഫ്റ്റ് ഓർ ഡാമേജ് ദർ ഹാർഡ്വെയർ സോഫ്റ്റ്വെയർ ഓർ ഇലക്ട്രോണിക് ഡാറ്റ. ഇതൊന്നും എന്ത് ചെയ്യാൻ പാടില്ല, കളവ് പോകാൻ പാടില്ല. അതാണ് ഉദ്ദേശിച്ചത്. ഈസ് എ പ്രൊട്ടക്ഷൻ ഓഫ് കമ്പ്യൂട്ടർ സിസ്റ്റം ആൻഡ് നെറ്റ്വർക്ക്സ് ഫ്രം ഇൻഫോർമേഷൻ ഡിസ്ക്ലോസർ അല്ലെ, തെഫ്റ്റ്. ഇൻഫോർമേഷൻ ഡിസ്ക്ലോസ് ചെയ്യാന്ന് പറഞ്ഞാൽ എല്ലാവർക്കും ഇങ്ങനെ ഡിസ്ക്ലോസ് ചെയ്യാണ്ടിരിക്കാൻ അല്ലെ ഇൻഫോർമേഷൻ. തെഫ്റ്റ് ഓർ ഡാമേജസ് ടു ദർ ഹാർഡ്വെയറിനെ ഒന്നും ഡാമേജ് ചെയ്യാണ്ടിരിക്കുക. തെഫ്റ്റ് ഓർ ഡാമേജസ് ടു ദർ ഹാർഡ്വെയർ ഓർ സോഫ്റ്റ്വെയർ ഓർ ഇലക്ട്രോണിക് ഡാറ്റ. ഇതിനെല്ലാം പ്രൊട്ടക്ട് ചെയ്യുന്നതിന് നമ്മൾ എന്താ പറയാ? കമ്പ്യൂട്ടർ സെക്യൂരിറ്റി. അപ്പൊ നമ്മള് software or electronic data as well as from the disruption or misdirection of the service they provide. നമ്മളെ സർവീസിനെ മിസ്ഡയറക്റ്റ് ചെയ്യാണ്ടിരിക്കാനും ഇതിനെല്ലാം പ്രൊട്ടക്ട് ചെയ്യുന്നതിനെയാണ് നമ്മൾ കമ്പ്യൂട്ടർ സെക്യൂരിറ്റി. അപ്പൊ നിങ്ങൾ ഇതന്നെ സെന്റൻസ് എഴുതണമെന്നൊന്നുമില്ല. വാട്ട് ഈസ് കമ്പ്യൂട്ടർ സെക്യൂരിറ്റി എന്ന് പറഞ്ഞാൽ കമ്പ്യൂട്ടർ സെക്യൂരിറ്റി ഓർ സൈബർ സെക്യൂരിറ്റി അല്ലെ ഇൻഫോർമേഷൻ സെക്യൂരിറ്റി എന്ന് പറഞ്ഞാൽ നമ്മളെ കമ്പ്യൂട്ടർ സിസ്റ്റത്തിന് അൺഓതറൈസ്ഡ് ആക്സസ് എന്ന് പ്രൊട്ടക്ട് ചെയ്യുന്നതിനെയാണ് കമ്പ്യൂട്ടർ സെക്യൂരിറ്റി എന്ന് പറയാം. ഓക്കെ, അത്രയും ഡെഫിനേഷൻ എഴുതിയാൽ മതി. കമ്പ്യൂട്ടർ സെക്യൂരിറ്റി ത്രെഡ്സ്. അപ്പൊ ഏതെല്ലാം രീതിയിലാണ് നമ്മളെ കമ്പ്യൂട്ടർ സെക്യൂരിറ്റിനെ എഫക്ട് ചെയ്യുന്ന ത്രെഡ്സ് എന്തെല്ലാം, ഏതെല്ലാം ടൈപ്പ് ഉണ്ട്? ത്രെഡ്സ് എന്ന് ഉദ്ദേശിക്കുന്നത് എന്താണ്, എങ്ങനെയല്ലാന്ന് കമ്പ്യൂട്ടർ സെക്യൂരിറ്റിനെ ചെയ്യാൻ പറ്റുക. കമ്പ്യൂട്ടർ സെക്യൂരിറ്റി ത്രെഡ്സിന്റെ എക്സാമ്പിൾസ് നമ്മൾ വൈറസ്, ആന്റിവൈറസ് എന്നെല്ലാം കേട്ടിനാ. അപ്പൊ നെക്സ്റ്റ് വേറൊരു ഇപ്പൊ കമ്പ്യൂട്ടർ സെക്യൂരിറ്റി എന്ന് പറഞ്ഞാൽ ഈസ് റെഫേഴ്സ് ടു ദി പ്രൊട്ടക്ഷൻ ഗിവൺ ടു ദി കമ്പ്യൂട്ടർ ആൻഡ് ഇൻഫോർമേഷൻ കണ്ടെയ്ൻഡ് ഇൻ ദം ഇൻ അൺഓതറൈസ്ഡ് ആക്സസ്. ഇറ്റ് ഇൻവോൾവ്സ് ഇന്റഗ്രിറ്റി, അവൈലബിലിറ്റി ഓഫ് ദി ഇൻഫോർമേഷൻ പ്രോസസ്ഡ്. അപ്പൊ അതൊന്നും ഇനി വന്നില്ല, ഞാൻ തിയറി പറയാം. There are
Three aspects are possible for effective computer security. Three aspects ഉണ്ട്. അതിൽ വരുന്നതാണ് ഒന്ന് കോൺഫിഡൻഷ്യലി, second one integrity, third one availability. എന്തെല്ലാമാണ് these three aspects responsible for affecting computer security? എന്തെല്ലാം? ഒന്ന് confidentially, next integrity, and third one availability. Confidentially എന്ന് പറഞ്ഞാൽ confidentially ensure that the information is available only those person whose are unauthorized to access. Confidentially എന്ന് പറഞ്ഞാൽ എന്താണ്? ഒന്നാമത്തെ ഇത് കമ്പ്യൂട്ടർ സെക്യൂരിറ്റിയിൽ വരുന്നത് കോൺഫിഡൻഷ്യൽ ആയിരിക്കണം. കോൺഫിഡൻഷ്യലി എൻഷുർ ദാറ്റ് ഇൻഫർമേഷൻ ഈസ് അവൈലബിൾ ഓൺലി ദോസ് പേഴ്സൺ ഹു ആർ അൺഓതറൈസ്ഡ് ആക്സസ്. അൺഓതറൈസ്ഡ് ആക്സസ് ഒന്നും അല്ലാത്തവർക്കൊന്നും ആക്സസ് ചെയ്യാൻ പറ്റില്ല. ഒന്നാമത് കമ്പ്യൂട്ടർ സെക്യൂരിറ്റിന്റെ ഇമ്പോർട്ടൻ്റ് അത് കോൺഫിഡൻഷ്യൽ ആയിരിക്കണം. നെക്സ്റ്റ് ഇന്റഗ്രിറ്റി എന്ന് പറയും. ഇന്റഗ്രിറ്റി എൻഷുർ ദാറ്റ് ഇൻഫർമേഷൻ കനോട്ട് ബി മോഡിഫൈഡ് ഇൻ അൺഎക്സ്പെക്റ്റഡ് വേസ്. അടുത്തത് കോൺഫിഡൻഷ്യലി ഉണ്ട്, പിന്നെ ഇന്റഗ്രിറ്റി ഉണ്ട്. കോൺഫിഡൻഷ്യലി, ഇന്റഗ്രിറ്റി, അത് ഞാൻ ടൈപ്പ് ചെയ്തിട്ട് വരാം. ഇല്ല ഇപ്പൊ കമ്പ്യൂട്ടർ സെക്യൂരിറ്റിയിൽ ഇമ്പോർട്ടൻ്റ് വരുന്നത് 3 പോയിന്റ്സ് ആണ്. ഒന്ന് കോൺഫിഡൻഷ്യലി, ഏതാണ്? ഒന്നാമത്തേത് വരുന്നത് കോൺഫിഡൻഷ്യലിയാ. അത് ഇമ്പോർട്ടൻ്റ് പോയിന്റ്സ് ആയതുകൊണ്ടാണ് നോട്ട് ചെയ്ത് വെക്കുന്നത്. ഒന്ന് കോൺഫിഡൻഷ്യലി, കോൺഫിഡൻ്റലി. ഒന്നാമത്തെ പോയിന്റ് കോൺഫിഡൻ്റലി. Second one integrity. Third one availability. ഇത്രയും പോയിന്റ്സും കൂടെ നോട്ട് ചെയ്യണം കേട്ടോ. ആ നോട്ട്സിൽ അത് ഇല്ലാത്തതുകൊണ്ടാണ് ഇത് പറയുന്നത്. കോൺഫിഡൻ്റ്ലി എന്ന് പറഞ്ഞാൽ കോൺഫിഡൻ്റ്ലി എൻഷുർ ദാറ്റ് ഇൻഫോർമേഷൻ ഈസ് അവൈലബിൾ ഓൺലി ദോസ് പേഴ്സൺ ഹു ആർ അൺഓതറൈസ്ഡ് ടു ആക്സസ് ഇറ്റ്, അല്ലേ? അൺഓതറൈസ്ഡ് നമ്മൾ കോൺഫിഡൻഷ്യൽ ഇൻഫോർമേഷൻസ് ആയിരിക്കണം. ഇന്റഗ്രിറ്റി എന്ന് പറഞ്ഞാൽ എൻഷുർ ദാറ്റ് ഇൻഫോർമേഷൻ കനോട്ട് ബി മോഡിഫൈഡ്. കോൺഫിഡൻഷ്യലി എന്ന് പറഞ്ഞാൽ എന്താണ്? കോൺഫിഡൻഷ്യലി പറഞ്ഞാൽ only those person who are available only those person who are authorized to access, അല്ലേ? who are authorized to access. അങ്ങനെയുള്ളവർക്ക് മാത്രമേ ഓതറൈസ്ഡ് ടു ആക്സസ്. ഇന്റഗ്രിറ്റി എന്ന് പറഞ്ഞാൽ എന്താണ്? ഇന്റഗ്രിറ്റി എന്ന് പറഞ്ഞാൽ എൻഷുർ ദാറ്റ് ഇൻഫോർമേഷൻ കനോട്ട് ബി മോഡിഫൈഡ്. cannot be modified unexpected way. അതായത് ഇന്റഗ്രിറ്റി ഇത് 3 പോയിന്റ് ആ ടീച്ചർ അവരുടെ നോട്ട്സിൽ ഇല്ലാത്തതുകൊണ്ട് കോൺഫിഡൻഷ്യലി എന്നാൽ അവൈലബിൾ ഓൺലി ദോസ് പേഴ്സൺ ഹു ആർ അൺഓതറൈസ്ഡ് ടു ആക്സസ്. ഇന്റഗ്രിറ്റി എന്ന് പറയുന്നത് ഇൻഫോർമേഷൻ കനോട്ട് ബി മോഡിഫൈഡ് അൺഎക്സ്പെക്റ്റഡ് വേ. അവൈലബിലിറ്റി പ്രിവെന്റ് റിസോഴ്സ് ഫ്രം ബീങ് ഡിലീറ്റഡ് ഓർ preventing resource or being deleted or becoming inaccessible.
preventing resource from deleting. അപ്പൊ ഇത്രയും these are the aspects for responsible computer security മെയിൻ റെസ്പോൺസിബിലിറ്റി എന്ന് പറയുന്നത് ഒന്നാമത്തെ എന്തായിരിക്കണം, കോൺഫിഡൻഷ്യലി ആയിരിക്കണം, അവൈലബിൾ ഓൺലി ദോസ് ഓതറൈസ് ടു ആക്സസ്, അവർക്ക് മാത്രമേ ആക്സസ് ചെയ്യാൻ പറ്റാൻ പാടുള്ളൂ. ഇൻഫോർമേഷൻ കനോട്ട് ബി മോഡിഫൈഡ് അൺഎക്സ്പെക്റ്റഡ് ബൈ, അതാണ് ഇന്റഗ്രിറ്റി. ഈ 3 പോയിന്റ്സ് ഇമ്പോർട്ടൻ്റ് ആയതുകൊണ്ടാണ് അതാ ആ നോട്ട്സിൽ അവർ പറഞ്ഞിട്ടില്ല, അതുകൊണ്ടാണ് നിങ്ങളൊന്ന് നോട്ട് ചെയ്ത് വെക്കണം കേട്ടോ. ഓക്കെ, ഞാൻ നോട്ട്സ് വെച്ച് പഠിപ്പിക്കുന്നു. കോൺഫിഡൻഷ്യൽ ആയിരിക്കണം, ഇന്റഗ്രിറ്റി ആണ്, അവൈലബിലിറ്റി, ഇത്രയും എന്ത് ഉണ്ട് റെസ്പോൺസിബിലിറ്റി ആയിരിക്കുന്നുണ്ട് കമ്പ്യൂട്ടർ സെക്യൂരിറ്റിക്ക് ഉണ്ട്. ഓക്കെ, അപ്പൊ ഇനി അടുത്തത് കമ്പ്യൂട്ടർ സെക്യൂരിറ്റി ത്രെഡ്സ്. അപ്പൊ എന്തെല്ലാം സെക്യൂരിറ്റി ത്രെഡ്സ്, നമ്മൾ ഈ കമ്പ്യൂട്ടർ സെക്യൂരിറ്റിനെ എഫക്ട് ചെയ്യുന്ന ത്രെഡ്സ് ഏതെല്ലാന്നാണ്. കമ്പ്യൂട്ടർ സെക്യൂരിറ്റി ത്രെഡ്സ് ആർ പോസിബിൾ ഡേഞ്ചർ ദാറ്റ് ക്യാൻ പോസിബിൾ ഹാമ്പർ ഇൻ നമ്മളെ നോർമൽ ഫങ്ഷനിങ് ഓഫ് സിസ്റ്റത്തിനെ എഫക്ട് ചെയ്യുന്ന കുറെ വൈറസും അങ്ങനെയില്ല, നമ്മൾ കമ്പ്യൂട്ടർ സെക്യൂരിറ്റിനെ എഫക്ട് ചെയ്യുന്ന വൈറസ് അങ്ങനെയുള്ള പ്രോഗ്രാംസ് ആണ് ഏത് കമ്പ്യൂട്ടർ സെക്യൂരിറ്റി ത്രെഡ്സ് എന്ന് പറയാം. അതെന്തിനാ, അത് നമ്മളെ സിസ്റ്റത്തിന് ഹാംഫുൾ ആയിരിക്കും. In the present age, cyber threats are constantly increasing as the world goes in digital. Most harmful types of അപ്പം പ്രസന്റ് ഏജിൽ ഒരുപാട് കമ്പ്യൂട്ടേറ്റീവ് വൈറസും ത്രെഡ്സ് എല്ലാം വന്നിട്ട് നമ്മളെ സിസ്റ്റത്തിനെ ഡാമേജ് ചെയ്യുന്നുണ്ട്. അതിന് മെയിൻ എക്സാമ്പിൾ ആണ്, ഒന്നാമത്തെ കമ്പ്യൂട്ടർ ത്രെഡ്സിന് എക്സാമ്പിൾ ആണ് ഏത്, വൈറസ്. Virus is an examples of computer virus കേട്ടതല്ലേ അല്ലെ. കമ്പ്യൂട്ടർ വൈറസ് ഇസ് എ മാലീഷ്യസ് പ്രോഗ്രാംസ് എന്ന് പറയും, malicious programs which is loaded into the users computer without യൂസേഴ്സിന്റെ നോളജ് ഇല്ലാണ്ട് നമ്മളെ കമ്പ്യൂട്ടർ സിസ്റ്റത്തിലേക്ക് ലോഡ് ചെയ്യുന്ന ഒരു malicious പ്രോഗ്രാംസിനെ നമ്മൾ വൈറസ് കയറിയൊന്നും പെട്ടെന്ന് മനസ്സിലാവില്ല. ചിലപ്പോൾ എന്ത് ചെയ്യും, ഈ സിസ്റ്റത്തിൽ കുറേ വിൻഡോ ഇങ്ങനെ നമ്മൾ ഒരു വിൻഡോ ഓൺ ആക്കുമ്പോൾ പല വിൻഡോ വരും, പിന്നെ ചില ഫയൽസ് ഒന്നും എടുക്കാൻ പറ്റൂല, അങ്ങനെ ഇല്ല അതെല്ലാം വരുന്നില്ല. അപ്പൊ അതെല്ലാം വൈറസ്, പിന്നെ സിസ്റ്റത്തിൽ സ്ലോ ആവും, അതെല്ലാം നമ്മൾ വൈറസ് ഉണ്ട് എന്ന് പറയുന്നത്. അപ്പൊ ഇതൊരു അൺഓതറൈസ്ഡ് ആക്സസ് വന്ന് അഫക്റ്റ് ചെയ്തു നമ്മളെ സിസ്റ്റത്തിന്. അപ്പൊ അതിന്റെ മെയിനായ ഒരു ത്രെറ്റാണ് എന്ത്, വൈറസ് എന്ന് പറയുന്നത്. എങ്ങനെയാണ് ഇത് ഉണ്ടാവുന്നത്, മലീഷ്യസ് പ്രോഗ്രാം നമ്മളെ സിസ്റ്റം ചിലപ്പോൾ വേറെ സിസ്റ്റത്തിൽ വൈറസുള്ള സിസ്റ്റത്തിൽ ഒരു പെൻഡ്രൈവ് കുത്തിയിട്ട് ആ പെൻഡ്രൈവ് നമ്മളെ സിസ്റ്റത്തിൽ കുത്തുമ്പോൾ എന്ത് ചെയ്യും, സിസ്റ്റത്തിലേക്ക് വൈറസ് കയറും. പിന്നെ എന്തെല്ലാം ചിലപ്പോൾ സെക്യൂരിറ്റി ഇല്ലാത്ത ചില സൈറ്റ്സ് ഒന്നും എന്ത് ചെയ്യാൻ പറ്റും, നമുക്കിപ്പോൾ നമ്മളെ സിസ്റ്റത്തിൽ ആൻറ്റിവൈറസ് ഒന്നും ഇല്ലെങ്കിൽ ചില സൈറ്റിൽ നിന്ന് എന്ത് ചെയ്യും, ഇതിലേക്ക് വൈറസ് കയറാൻ ചാൻസ് ഉണ്ട്, ചില സൈറ്റിൽ നിന്ന് വൈറസ് കയറാം. അപ്പം ഈ വൈറസ് എന്താ ചെയ്യുന്നതെന്ന് ഇറ്റ് റിപ്ലിക്കേറ്റ്സ് ഇറ്റ്സെൽഫ്, അതിങ്ങനെ എന്ത് ചെയ്യും, ഓട്ടോമാറ്റിക് വൈറസ് സാധാരണ വൈറസിനെ പോലെ എന്ത് ചെയ്യും, പെട്ടെന്ന് റിപ്പീറ്റ് ആയിട്ട് വരും. ഹെൻസ് നമ്മളെ പ്രോഗ്രാം പി സിനെല്ലാം എന്ത് ചെയ്യും, എഫക്റ്റ് ചെയ്യും. അപ്പം ദി അൾട്ടിമേറ്റ് ഗോൾ ഓഫ് എ വൈറസ് ഇസ് ടു എൻഷുർ ദാറ്റ് വിക്ടിംസ് കമ്പ്യൂട്ടർ വിൽ നെവർ ബി ഏബിൾ ടു ഓപ്പറേറ്റ് പ്രോപ്പർലി. അവരെ മെയിൻ എയിം എന്ന് പറഞ്ഞാൽ സിസ്റ്റത്തിൽ കയറുക, മൊത്തമായിട്ട് പടത്തുക, എന്നിട്ട് സിസ്റ്റം ഒരിക്കലും വർക്ക് ചെയ്യാണ്ടാക്കുക, അതാണ് വൈറസ്. അപ്പം ഒരു ത്രെട്ടിന് എക്സാമ്പിളാണ് വൈറസ്. നെക്സ്റ്റ് കമ്പ്യൂട്ടർ വേം എന്ന് പറഞ്ഞാൽ ഇതൊരു വൈറസ്, പിന്നെ ഇത് വേം പോലത്തെ സാധനം. കമ്പ്യൂട്ടർ വേം ഈസ് എ സോഫ്റ്റ്വെയർ പ്രോഗ്രാം ദാറ്റ് ക്യാൻ കോപ്പി ഇറ്റ്സെൽഫ് ഫ്രം വൺ കമ്പ്യൂട്ടർ ടു അനദർ വിത്തൗട്ട് ഹ്യൂമൻ ഇന്ററാക്ഷൻ. ഒരു സിസ്റ്റത്തിൽ നിന്ന് വേറെ സിസ്റ്റത്തിലേക്ക് ഓട്ടോമാറ്റിക് കോപ്പി ചെയ്ത് പോകുന്നതാണ് ഇത് കമ്പ്യൂട്ടർ വേം. പൊട്ടൻഷ്യൽ റിസ്ക് ഹിയർ ഈസ് ദാറ്റ് ഇറ്റ് വിൽ യൂസ് up your computer hard disk space because of worm can replicate great volume and with great speed. ഇതിന്റെ മെയിൻ പ്രശ്നം എന്ന് പറഞ്ഞാൽ നമ്മളൊക്കെ കമ്പ്യൂട്ടർ ഹാർഡ് ഡിസ്ക് ചേർന്നിട്ട് അതിൽ ഇങ്ങനെ പെരുകിയിട്ട് എന്ത് ചെയ്യും, അതിന്റെ ഹാർഡ് ഡിസ്കിന്റെ സ്പേസിനെ മൊത്തം കളയും. മറ്റേതെന്താണ്, വൈറസ് പോലെ മൊത്തം പി സിനെ മൊത്തത്തിൽ ബാധിക്കും. ഇത് ഹാർഡ് ഡിസ്കിൻ്റെ അകത്ത് കയറിയിട്ട് അതിലത്തിലെ സ്പേസ് മൊത്തം എന്ത് ചെയ്യും, ഇത് കയറും.
അപ്പോൾ നമുക്കൊരു ഫയൽ സേവ് ചെയ്യാനോ ഒന്നും ചെയ്യാൻ പറ്റില്ല. അതാണ് കമ്പ്യൂട്ടർ വേം എന്ന് പറയാം. ഇനി ഫിഷിംഗ്. ഈ ഫിഷിംഗ് എന്ന് പറഞ്ഞാൽ എന്താണെന്നറിയാം? നമ്മളെ പേഴ്സണൽ ഇൻഫോർമേഷനും ബിസിനസ് അങ്ങനെയുള്ള പാസ്വേഡും അതെല്ലാം ഹാക്ക് ചെയ്യുന്നതിനാണ് ഫിഷിംഗ് എന്ന് പറയാം. അങ്ങനെയുള്ള അതായത് യൂസറെ പാസ്വേഡും അങ്ങനെയെല്ലാം ഹാക്ക് ചെയ്തിട്ട് എടുക്കുന്നില്ലേ, അതിനെയാണ് നമ്മൾ ഫിഷിംഗ് എന്ന് പറയാം. Fishers attempt to steal sensitive financial or personal information through fraudulent email or instant messaging. അത് ഇൻസ്റ്റന്റ് മെസ്സേജിങ് അങ്ങനെ പാസ്വേഡിനെയും ഇതെല്ലാം നമ്മളെ സംഭവങ്ങൾ എടുത്തിട്ട് ശരിക്കും പാസ്വേഡ് ഇനിയും യൂസർ നെയിമിനെല്ലാം ചെയ്യുന്നതാണ് ഫിഷിംഗ് എന്ന് പറയാം. അത് ഹാക്ക് ചെയ്യുന്നത്. ഫിഷിംഗ് ഈസ് അൺഫോർച്ചുനേറ്റ്ലി വെരി ഈസി ടു എക്സിക്യൂട്ട്. യു ആർ ഡീലോഡഡ് ഇൻ ടു തിങ്കിങ്. അല്ല എന്തെല്ലോ സെൻറ്റൻസ് അതൊന്നും വായിക്കണമെന്നില്ല. ഫിഷിംഗ് എന്ന് പറഞ്ഞാൽ നമ്മളെ പാസ്വേഡിന് അങ്ങനെയുള്ളത് പാസ്വേഡ് പ്രൊട്ടക്ഷൻ. പാസ്വേഡിന് എന്ത് ചെയ്യും? ഹാക്ക് ചെയ്യും. ഡിസ്റ്റിംഗ്വിഷ് ആസ് ട്രൂത്ത്ലി പേഴ്സൺ ഓർ ബിസിനസ്. ഫിഷേഴ്സ് അറ്റംപ്റ്റ് ടു സ്റ്റീൽ എന്ന് പറഞ്ഞാൽ ഇൻസെൻസിറ്റീവ് ഫിനാൻഷ്യൽ ഓർ പേഴ്സണൽ ഇൻഫോർമേഷൻ ത്രൂ ഫ്ലൂഡൻറ്റ് ഇമെയിൽ മെസ്സേജ് ഓർ ഇൻസ്റ്റൻറ്റ് മെസ്സേജിങ്. നമ്മളെ ഇമെയിൽ ഐ ഡിയും പാസ്വേഡും എല്ലാം ഇമെയിലെല്ലാം ഹാക്ക് ചെയ്തിട്ട് നമുക്ക് ഫ്രോഡ് മെസ്സേജസ് എല്ലാം അയക്കുന്നതിനെയാണ് എന്ത് പറയാം? ഫിഷിംഗ് എന്ന് പറയാം. ഇനി ബൂട്ട്നെറ്റ്. ബൂട്ട്നെറ്റ് അടുത്ത ഒരു പ്രോഗ്രാം. ജസ്റ്റ് പേര് എഴുതിയാലും മതിയല്ല. നിങ്ങൾക്ക് ഈ സെന്റൻസ് ഒന്നും മനസ്സിലാവുന്നില്ല അങ്ങനെ എഴുതണമെന്നൊന്നുമില്ല കേട്ടോ. ബൂട്ട്നെറ്റ് ഈസ് എ ഗ്രൂപ്പ് ഓഫ് കമ്പ്യൂട്ടേഴ്സ് കണക്റ്റഡ് ടു ദി internet that have been compromised by hacking use a computer virus. An individual computer is called a zombie computer. The result of this threat is that victim computer, which is the boot, will be used for malicious activities and for large scale attack with DDoS. ബൂട്ട്നെറ്റ് എന്ന് പറഞ്ഞാൽ ഈസ് എ ഗ്രൂപ്പ് ഓഫ് കമ്പ്യൂട്ടേഴ്സ് കണക്റ്റഡ് ടു ഇന്റർനെറ്റിലേക്കൂടെ വരുന്ന നമ്മൾ ഇന്റർനെറ്റിലേക്കൂടെ ഗ്രൂപ്പ് ഓഫ് കമ്പ്യൂട്ടർ കണക്ട് ചെയ്യുമ്പോൾ വൈറസ് സെൻഡ് ചെയ്തിട്ട് എല്ലാതിനെയും എഫക്ട് ചെയ്യുന്ന ഒരു ഇതാണ് ഇത്. ആൻറ്റിവൈറസ് ആണ്, അല്ല വൈറസ് ആണ് ഇത് ബൂട്ട്നെറ്റ്. അപ്പോൾ മലീഷ്യസ് പ്രോഗ്രാംസ് ചോദിച്ചെങ്കിൽ നിങ്ങൾ പേര് മാത്രം എഴുതുക കേട്ടോ. ഇത് ജസ്റ്റ് വായിച്ചാൽ മതി. വൈറസ് അതേപോലെ എഴുതണമെന്നൊന്നുമില്ല. വൈറസ് ഇതായിട്ട് അവരെ തന്ന സ്റ്റഡി മെറ്റീരിയലാണ്. അതുകൊണ്ടാണ് വൈറസ്, കമ്പ്യൂട്ടർ വേം, ഫിഷിങ്, ബൂട്ട്നെറ്റ്, റൂൾ കിറ്റ്. ഇത് നേരത്തെ ഇന്റർനെറ്റ് എന്ന് പറഞ്ഞാൽ റൂൾ കിറ്റ് എന്ന് പറഞ്ഞാൽ റൂൾ കിറ്റ് ഈസ് എ കമ്പ്യൂട്ടർ പ്രോഗ്രാം ഡിസൈൻ ടു പ്രൊവൈഡ് കണ്ടിന്യൂഡ് പ്രിവിലേജ്ഡ് ആക്സസ് ടു കമ്പ്യൂട്ടർ വൈ ആക്റ്റീവ്ലി ഹൈഡിങ് ഇറ്റ്സ് പ്രസൻസ്. അപ്പോൾ റൂൾ കിറ്റ് ഈസ് എ കമ്പ്യൂട്ടർ പ്രോഗ്രാം, ഒരു പ്രോഗ്രാമാണ് ഡിസൈൻ ടു പ്രൊവൈഡ് കണ്ടിന്യൂഡ് പ്രിവിലേജ്ഡ് ആക്സസ് ടു എ കമ്പ്യൂട്ടർ വൈ ആക്റ്റീവ്ലി ഹൈഡിങ് ഇറ്റ്സ് പ്രസൻസ്. അതായത് നെറ്റ്വർക്ക് ഇതും അതുപോലെ തന്നെ റൂട്ട് നെറ്റ് പോലെ എന്ത് ചെയ്യും? റിമോട്ട്ലി ആക്സസ് ചെയ്യില്ല കമ്പ്യൂട്ടറിനെ. നമ്മളെ എക്സിക്യൂട്ട് ഫയൽ ചേഞ്ച് ചെയ്ത് സിസ്റ്റം കോൺഫിഗറേഷൻ ഓൺ ദി ഹോസ്റ്റ് മെഷീൻ. സിസ്റ്റം കോൺഫിഗറേഷനും എല്ലാം ചേഞ്ച് ചെയ്യുന്നതാണ് ഏതൊരു മലീഷ്യസ് പ്രോഗ്രാംസ് ആണ് ഇത് റൂട്ട് കിറ്റ്. പിന്നെ കീലോഗർ. കീലോഗർ എന്ന് പറഞ്ഞാൽ ആസ് ഒരു എന്താണ് അറ്റാക്കിംഗ് പ്രോഗ്രാമാണ്. ആസ് നോൺ ആസ് എ റിയൽ ടൈം ആക്ടിവിറ്റീസ് ഓഫ് എ യൂസർ ഓൺ ദിസ് കമ്പ്യൂട്ടർ. നമ്മളെ റിയൽ ടൈം ആക്ടിവിറ്റീസിനെല്ലാം ഹാക്ക് ചെയ്യുന്ന ഒരു ഇതാണ് ഇത് കീലോഗർ. പേര് മാത്രം ഓർമ്മിക്കുക ഇത്രയും. നെക്സ്റ്റ് ആന്റിവൈറസ്. വാട്ട് ഈസ് ആന്റിവൈറസ്? നെക്സ്റ്റ് ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്കാണ് വാട്ട് ഈസ് ആന്റിവൈറസ്. കമ്പ്യൂട്ടേഴ്സ് ആന്റിവൈറസ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ മലീഷ്യസ് പ്രോഗ്രാംസിനെല്ലാം എന്ത് ചെയ്യണം? കളയാൻ വേണ്ടിയിട്ടുള്ള സോഫ്റ്റ്വെയർ അല്ലേ. കമ്പ്യൂട്ടേഴ്സ് യൂസേഴ്സ് ടു പ്രൊട്ടക്ട് ദർ കമ്പ്യൂട്ടേഴ്സ് ഫ്രോം വൈറസ് അണ്ടിൽ ദേ ആർ ഇറാഡിയേറ്റഡ് സോഴ്സസ് ആൻഡ് യൂട്ടിലിറ്റി ദേ ലോങ്ങർ എക്സിസ്റ്റ്. നമ്മൾ ആന്റിവൈറസ് എന്ന് പറഞ്ഞാൽ ഇസ് എ പ്രോഗ്രാംസ് അല്ലേ. ആൻഡ് the first, fortunately these are solution to safeguard your system against virus. First thing is that you needed to know the way in which your system may be infected. The most common ways to affect ഏതെല്ലാം രീതിയിലാണ് നമ്മളെ സിസ്റ്റത്തിൽ എന്ത് എഫക്ട് ചെയ്യുന്നത്? വൈറസ് എഫക്ട് ചെയ്യുക. അപ്പോൾ ആൻറ്റിവൈറസ് എന്ന് പറഞ്ഞാൽ ഈ ഡെഫിനേഷനൊന്നും അത്ര
സുഖം കിട്ടുന്നില്ല. ആന്റിവൈറസ് എന്ന് പറഞ്ഞാൽ ആന്റിവൈറസ് എന്ന് പറഞ്ഞാൽ ഒരു പ്രോഗ്രാംസ് ആണ് അല്ലെ. നമ്മൾ ആന്റിവൈറസ് എന്ന് പറഞ്ഞാൽ antivirus software is normally in a built-in scanner which scan all the files on the computer's hard disk. It looks for changes and activities in the computer. അപ്പോൾ ആന്റിവൈറസ് എന്ന് പറഞ്ഞാൽ ആ ഡെഫിനിഷൻ ആണ്. ആന്റിവൈറസ് സോഫ്റ്റ്വെയർ ഹാസ് നോർമലി എ ബിൽറ്റ് ഇൻ സ്കാനർ. ഒരു ബിൽറ്റ് ഇൻ സ്കാനറിനെ നമ്മൾ എന്ത് പറയാ, ഒരു സ്കാനർ ആണ് അല്ലെ. നമ്മളിങ്ങനെ സിസ്റ്റം സ്കാൻ ചെയ്യും. ബിൽറ്റ് ഇൻ സ്കാനർ ഹാസ് നോർമലി എ ബിൽറ്റ് ഇൻ സ്കാനർ വിച്ച് സ്കാൻ ഓൾ ഫയൽസ് ഉണ്ട്. ഇപ്പോൾ ആന്റിവൈറസ് എന്ന് പറഞ്ഞാൽ ഒരു സ്കാനറെ പോലെ പ്രവർത്തിക്കും. അത് എന്ത് ചെയ്യും, നമ്മൾ സിസ്റ്റത്തിലെ ഓരോ കമ്പോണൻസിനെയും എന്ത് ചെയ്യും, ചെക്ക് ചെയ്യും. എന്നിട്ട് അത് എന്ത് ചെയ്യും, ലുക്സ് നമുക്ക് ഇപ്പം എന്തെങ്കിലും അതിൽ വൈറസ് കണ്ടുപിടിച്ചിട്ടുണ്ടെങ്കിൽ അത് നമുക്ക് ചേഞ്ച് ചെയ്യാൻ പറ്റും. ഇറ്റ് ലുക്സ് ഫോർ ചേഞ്ചസ് ആൻഡ് ആക്ടിവിറ്റീസ് ഇൻ ദി കമ്പ്യൂട്ടർ ടിപ്പിക്കലി. അപ്പോൾ വൈറസ് അറ്റാക്ക് ചെയ്യും. അപ്പോൾ ആന്റിവൈറസ് എന്ന് പറഞ്ഞാൽ ഒരു സോഫ്റ്റ്വെയർ ആണ്. അതൊരു സ്കാനർ പോലെ വർത്തിക്കുക. ആ സ്കാനർ എന്ത് ചെയ്യും, നമ്മളെ സിസ്റ്റത്തിലെ മൊത്തം സ്കാൻ ചെയ്യും. ഇപ്പോൾ എവിടെയാണോ എഫക്റ്റ് ചെയ്തതിന് ആ സംഭവത്തിനെ നമുക്ക് ചേഞ്ച് ചെയ്തിട്ട് ഡിലീറ്റ് ചെയ്യാം. അങ്ങനെയില്ല ചെയ്യാൻ പറ്റുന്ന ഒരു സോഫ്റ്റ്വെയർ ആണ്. അപ്പം പിന്നെ ഏതെല്ലാം രീതിയിലാണ് നമ്മളെ സിസ്റ്റത്തിനെ വൈറസ് അറ്റാക്ക് ചെയ്യുക, എങ്ങനെയെല്ലാം നമ്മൾ സിസ്റ്റത്തിൽ വൈറസ് കയറുക. പോർട്ടബിൾ സ്റ്റോറേജ് ഡിവൈസ്, പെൻഡ്രൈവിലേക്കൂടെ മെയിൻ ആയിട്ട് എന്ത് ചെയ്യുന്നത്, വൈറസ് കയറുന്നു. വൈറസ് മേ ബി ട്രാൻസ്മിറ്റഡ് ടു ദി കമ്പ്യൂട്ടർ വയ നെറ്റ്വർക്ക്, ഇന്റർനെറ്റ് വഴി എന്ത് ചെയ്യാം, ഞാൻ നേരത്തെ പറഞ്ഞല്ലേ, നെറ്റ്വർക്ക് വഴിയും എന്ത് ചെയ്യുന്നുണ്ട്, വൈറസ് ട്രാൻസ്മിറ്റ് ചെയ്യുന്നുണ്ട്. നെക്സ്റ്റ് പിന്നെ പ്രോഗ്രാംസ് നമ്മൾ അൺഓതറൈസ്ഡ് പർച്ചേസ് ചെയ്താൽ, ഡീലേഴ്സിനെല്ലാം അതായത് അവരെടുക്കുന്ന സോഫ്റ്റ്വെയർ എല്ലാം പർച്ചേസ് ചെയ്യുമ്പോൾ അതിലൂടെ എന്ത് ചെയ്യാൻ കയറുന്നുണ്ട്, വൈറസ് കയറുന്നുണ്ട്. അപ്പോൾ നെക്സ്റ്റ് അങ്ങനെയില്ല. അപ്പോൾ എ നമ്പർ ഓഫ് പ്രോഗ്രാം ഹാസ് ബീൻ ഡിസൈൻ ടു പ്രൊട്ടക്ട് സോഫ്റ്റ്വെയർ ഫ്രം വൈറസ്. ദീസ് ആർ കോൾഡ് ആന്റിവൈറസ് പ്രോഗ്രാംസ്. അപ്പം നമ്പർ ഓഫ് പ്രോഗ്രാംസ് നമ്മൾ ഡിസൈൻ ടു പ്രൊട്ടക്ട് സോഫ്റ്റ്വെയർ ഫ്രം വൈറസിനെ പ്രൊട്ടക്ട് ചെയ്യാൻ ഉപയോഗിക്കുന്ന പ്രോഗ്രാംസിനെയാണ് നമ്മൾ എന്ത് പറയുക, ആന്റിവൈറസ്. അതൊരു സ്കാനറാണ്. സ്കാൻ ചെയ്ത് എല്ലാം നിങ്ങൾ യൂസ് ചെയ്തിട്ടുണ്ടാവും അല്ലേ. അപ്പം സം ഓഫ് കോമൺ, ഇപ്പം എക്സാമ്പിൾ ആന്റിവൈറസ് എന്നാന്ന് എഴുതി. ഈ ഡെഫിനേഷൻ കംപ്ലീറ്റ് എഴുതണമെന്നില്ല. ആന്റിവൈറസ് എന്നാന്ന് പറഞ്ഞാൽ അതെന്താന്ന് വെച്ചാൽ ഒരു ഡെഫിനേഷൻ എഴുതുക. അപ്പം എങ്ങനെയെല്ലാം വൈറസ് കയറുന്നത് എന്ന് മനസ്സിലായില്ലേ. പെൻഡ്രൈവ് വഴി കയറാം, പിന്നെ നെറ്റ്വർക്ക് വഴി കയറാം, പിന്നെ എന്ത് ചെയ്യാം, അൺഓതറൈസ്ഡ് ആളിനെടുക്കുന്ന നമ്മൾ എന്തെങ്കിലും പർച്ചേസ് ചെയ്യുമ്പോൾ കയറാം. എക്സാമ്പിൾ അവാസ്റ്റ് സോഫ്റ്റ്വെയർ, AVG ആന്റിവൈറസ്, അവൈറ ആന്റിവൈറസ്, ബിറ്റ് ഡിഫൻഡർ അറിയും. ഏകദേശം ഓർമ്മിച്ച്. അപ്പൊ ഇങ്ങനെ ചിലപ്പോൾ വൺ വേർഡ് ചോദിക്കാം. അവാസ്റ്റ് ഈസ് ഡാഷ്, അവാസ്റ്റ് ഈസ് ആൻ ആന്റിവൈറസ് സോഫ്റ്റ്വെയർ, AVG ഈസ് ആൻ ആന്റിവൈറസ് സോഫ്റ്റ്വെയർ, അവൈറ ആന്റിവൈറസ്, ബിറ്റ് ഡിഫൻഡർ ആന്റിവൈസർ, മൈക്രോസോഫ്റ്റ് സെക്യൂരിറ്റി എസെൻഷ്യൽസ്, ദീസ് ആർ ദി മിറ്റി ആന്റിവൈറസ്, മൈക്കഫെ വൈറസ് സ്കാൻ, നോർട്ടൺ ആന്റിവൈറസ്, 3 വൈറക്സ്, 3 ആന്റിവൈറസ് ഉള്ളത്. ഇനി ലാസ്റ്റ് ടോപ്പിക് ഫെമിലിയറൈസേഷൻ ഓഫ് മൊബൈൽ ആപ്ലിക്കേഷൻ. കുറെ മൊബൈൽ ആപ്ലിക്കേഷൻ എന്ന് പറഞ്ഞാൽ കുറെ ആപ്സ് ഉണ്ട്. അങ്ങനെ ഇതിനെ പറ്റിയിട്ട് അതായത് നിങ്ങൾ തിയറി പഠിക്കുന്നതിനേക്കാളും എല്ലാവർക്കും അറിയുന്ന കുറെ ടൈപ്പ് ആപ്സ് ഇല്ലേ, അതിനെ പറ്റിയാണ് മൊബൈൽ ആപ്ലിക്കേഷൻ എന്ന് പറയാം. അപ്പൊ ഏതെല്ലാം ഏകദേശം എക്സാമ്പിൾ ഗെയിമിംഗ് ആപ്പ് ഉണ്ട്. ഇത് ഗെയിമിംഗ് ആപ്സ് അല്ലെ, കുറെ ഗെയിമിംഗ് ആപ്സ്, ഈക്വലൻ കമ്പ്യൂട്ടർ വീഡിയോ ഗെയിമിന് വേണ്ടിയിട്ട് കുറെ മൊബൈൽ ആപ്സ് ഉണ്ട്. പ്രൊഡക്ടിവിറ്റി ആപ്പ് ഉണ്ട്, അതായത് ബിസിനസ് എല്ലാം ഇമ്പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് ആപ്പ് ഉണ്ട്. ലൈഫ് സ്റ്റൈൽ എന്റർടൈൻമെന്റ്സ് ആപ്പ് ഉണ്ട്. അതെല്ലാം ടിക്ടോക്ക്, നെറ്റ്ഫ്ലിക്സ്, ഫേസ്ബുക്ക്, ഇതെല്ലാം മൊബൈൽ ആപ്പാണ്. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് നമ്മളെ തേർഡ് മൊഡ്യൂള് ആയത്. ഓക്കെ, തേർഡ് മൊഡ്യൂൾ കംപ്ലീറ്റ് ആയി. സ്പീഡിൽ പറഞ്ഞു പോയത്. അതിന് ഈ മൊഡ്യൂളിന്റെ നോട്ട്സും അതെല്ലാം ഞാൻ അടുത്ത ക്ലാസ്സിൽ ഇമ്പോർട്ടൻറ്റ് പോയിന്റ്സ് എല്ലാം ഇട്ട് തരാം. ഓക്കെ, ഇന്നത്തെ ക്ലാസ് സ്റ്റോപ്പ് ചെയ്യുന്നു.